ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ചിലപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോസ് അല്ലെങ്കിൽ ഈ മുഖങ്ങളൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ +1 അഗ്നി ബാച്ചിലെ നമ്മളുടെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെയാണ്. ഇവർ ടോപ്പേഴ്സാണ്, അതായത് ഫുൾ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ 1 മാർക്കും 2 മാർക്കൊക്കെ പോയവരാണ്, അല്ലെങ്കിൽ സയൻസ് സബ്ജക്ട്സിലൊക്കെ ഫുൾ മാർക്സ് വാങ്ങിച്ചവർ, അങ്ങനെയൊക്കെ ആയിട്ടുള്ളവരാണ് നിങ്ങളുടെ സീനിയേഴ്സാണ്. ആൻഡ് ഇത് നമ്മളുടെ +2 ടോപ്പറാണ് നിങ്ങളുടെ അഭിജിത്ത് ചേട്ടൻ. ആൻഡ് അതുപോലെ ആദ്യ ചേച്ചി, ഇത് നമ്മുടെ എഗെയിൻ +2 ടോപ്പറാണ്. ഫുൾ മാർക്ക് +1 +2ലും ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരാണ്. ആൻഡ് ഇവർ രണ്ടുപേരും മാത്രമല്ല, ഇവരെല്ലാവരും തന്നെ നമ്മുടെ +2 ടോപ്പേഴ്സാണ്. അപ്പോൾ നിങ്ങളേക്കും +2 +1 ആണോ? അല്ല, SSLCയിൽ നമ്മുടെ ബാച്ചിൽ, നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ പഠിച്ചിട്ട് ഫുൾ A+ വാങ്ങിച്ചിട്ടുള്ള നമ്മുടെ കുട്ടികളുടെ എണ്ണമാണിത്. അപ്പോൾ മിസ് എന്തിനാണ് ഇവരെയൊക്കെ കാണിച്ചത്? ഞങ്ങൾക്ക് അറിയാം എന്നായിരിക്കും നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത്. അപ്പോൾ ഇവർ എപ്പോഴും നമ്മൾ എന്താ പറയുക, ടോപ്പേഴ്സ് ഇത് ചെയ്യുന്നു, ടോപ്പേഴ്സ് ഈ കാര്യങ്ങൾ ചെയ്യുന്നു, ടോപ്പേഴ്സ് ഇങ്ങനെ പഠിക്കുന്നു, ടോപ്പേഴ്സ് അങ്ങനെ പഠിക്കുന്നു എന്നുള്ളതായിരിക്കും എൻ്റെ മക്കളെല്ലാം കേട്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് മിസ് പറയാൻ പോകുന്നത് അതല്ല. ടോപ്പേഴ്സ് ചെയ്യാത്ത കാര്യങ്ങൾ അല്ലേ, ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ മക്കൾ പല ഭാഗത്തു നിന്നായിട്ടൊക്കെ കേട്ടിട്ടുണ്ടാകും. അവരിത് ചെയ്യും, അത് ചെയ്യും, നമ്മൾ അതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇവരെ ടോപ്പേഴ്സ് ആക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവർ ടോപ്പേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവർ കുറച്ച് കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു പഠിക്കുന്ന സമയങ്ങളിൽ നിങ്ങളത് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്താവാൻ പറ്റും? ടോപ്പേഴ്സ് ആവാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് എൻ്റെ മക്കൾക്ക് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ടോപ്പേഴ്സ് ചെയ്യാത്ത ഏറ്റവും ഫസ്റ്റ് കാര്യം, അവരൊരിക്കലും ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് ചെയ്യില്ല. അതായത് എക്സാമിൻ്റെ ലാസ്റ്റ് സമയമാകുമ്പം, എക്സാമിന് ഒരു ദിവസം മുൻപുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ എക്സാമിന് ഒരാഴ്ച മുൻപുണ്ടാകുമ്പോൾ ഇരുന്ന് ഭീകര പഠിത്തമായിരിക്കും അല്ലേ. അത് പഠിക്കുന്നു, ഇത് പഠിക്കുന്നു, ഗൈഡ് പഠിക്കുന്നു, അല്ലെങ്കിൽ ക്ലാസ്സുകൾ കാണുന്നു. എന്നിട്ട് നമ്മുടെ ചാറ്റിലുണ്ടാകും അല്ലേ, മിസ് എപ്പോഴും എല്ലാ വർഷവും എക്സാമിൻ്റെ ടൈമിന് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്, മിസ് ഇനി പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടുമോ? അപ്പോൾ ആ ഒരു പരിപാടി ഒരിക്കലും ടോപ്പേഴ്സ് ചെയ്യാറില്ല. ടോപ്പേഴ്സ് എന്ത് ചെയ്യും? എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? അവർ സ്റ്റാർട്ടിങ് മുതൽ തന്നെ പഠിച്ചു തുടങ്ങും. അങ്ങനെ സ്റ്റാർട്ടിങ് മുതൽ പഠിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ലാസ്റ്റ് മിനിറ്റിൽ ടെൻഷനില്ല. ഓക്കെ, അപ്പോൾ ഈ പഠനം എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ കണ്ട് പഠിക്കുക എന്നുള്ളത് ഒരിക്കലും ടോപ്പേഴ്സ് ലാസ്റ്റിലേക്ക് മാറ്റി വെക്കാറില്ല. അവർ സ്റ്റാർട്ടിങ് മുതൽ തന്നെ പഠിച്ചു തുടങ്ങും. അതാണ് ടോപ്പേഴ്സ് ചെയ്യാത്തൊരു കാര്യം. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ വെക്കില്ല. പിന്നെ നമ്മുടെ ടോപ്പേഴ്സ് ചെയ്യാത്തൊരു കാര്യമാണ്, പ്ലാൻ ചെയ്യും പക്ഷേ ഡ്രോപ്പ് ചെയ്യില്ല. പ്ലാനിങ് ആൻഡ് ഡ്രോപ്പിംഗ് എന്ന് പറയുന്ന പരിപാടി നമ്മുടെ ടോപ്പേഴ്സ് ചെയ്യില്ല. അവരെന്ത് ചെയ്യാറുണ്ട്? അവരൊരു വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കും. ആൻഡ് ആ പ്ലാൻ അവർ വർക്കൗട്ട് ചെയ്യും. വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എന്താണോ അവർ വിചാരിച്ചത്, ഇന്ന് ഈ ചാപ്റ്റേഴ്സ് പഠിക്കും, അല്ലെങ്കിൽ ഞാൻ ഇത്ര ചാപ്റ്റേഴ്സ് ഇത്ര സമയം കൊണ്ട് പഠിക്കും, അല്ലെങ്കിൽ ഞാനിത് പഠിക്കും, ഞാനിതിൻ്റെ എക്സാം എഴുതും, ഞാനിതിൻ്റെ കാര്യങ്ങൾ ചെയ്യും എന്നവർ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ട് അവർ വർക്കൗട്ട് ചെയ്യും. നമ്മളും പ്ലാൻ ചെയ്യുക അല്ലേ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യാറില്ല, അത് പ്രാക്ടിക്കലാക്കാറില്ല. ഇന്ന് ഞാൻ എത്ര പഠിക്കും? പഠിക്കാനിരിക്കും, ഇന്നൊരു മൂഡില്ല, ഇന്നൊരു സിനിമ കണ്ട് കളയാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്യും. ടോപ്പേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യില്ല, അവരുടെ പ്ലാൻ ഡ്രോപ്പ് ചെയ്യില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ ടോപ്പേഴ്സ് ചെയ്യാത്ത രണ്ടാമത്തെ കാര്യമാണ് ഡ്രോപ്പിംഗ്, പ്ലാൻ ഡ്രോപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ടോപ്പേഴ്സ് ചെയ്യാത്ത മൂന്നാമത്തെ കാര്യം, ഓക്കെ, ഇറഗുലർ ആയിട്ടുള്ള ലേണിംഗ്. അതൊരിക്കലും അവർ ചെയ്യില്ല. എന്താ പക്ഷേ ഈ ഇറഗുലർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ദിവസം യെസ് ഇന്ന് ഞാൻ മോട്ടിവേറ്റഡ് ആയി, ഇന്ന് ഞാൻ ഫുള്ള് പഠിക്കും, ഇന്ന് മിസ് പറഞ്ഞല്ലേ സാറ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കംപ്ലീറ്റ് പഠിക്കും. അവരൊരിക്കലും അങ്ങനെ അത് ഇന്ന് നമ്മൾ പഠിച്ചു, അത് കഴിഞ്ഞാൽ ഇന്നലെ എത്രയും പഠിച്ചു, ഞാൻ എത്രയധികം ഞാൻ പഠിച്ചു, ഇന്ന് മതി, ഇനി ഒരാഴ്ച കഴിഞ്ഞ് പഠിക്കാം, ഒരാഴ്ചത്തേക്ക് പഠിക്കാനുള്ളതാണ് ഞാൻ ഒരു ദിവസം കൊണ്ട് പഠിച്ചത്, എന്നാൽ അന്ന് മതി, അല്ലെങ്കിൽ നാളെ വേണ്ട, ഇനി അടുത്ത ആഴ്ച പഠിക്കാം. അങ്ങനെ ഒരു ഇറഗുലർ ആയിട്ടുള്ള പഠിത്തം ടോപ്പേഴ്സ് ചെയ്യില്ല. അവരെന്ത് ചെയ്യും? ചെയ്യുന്നത് കുറച്ചായിരിക്കും, പക്ഷേ എല്ലാ ദിവസവും റെഗുലറായിട്ട് ചെയ്യും. ഒന്നെങ്കിൽ യൂട്യൂബിൽ ക്ലാസ്സുകൾ കാണുന്നതാവാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മളുടെ എക്സാമിനറിൻ്റെ യൂട്യൂബ് ചാനൽസിലൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഡെയിലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടാവും. ആൻഡ് അതുകൂടാതെ നമ്മുടെ ബാച്ചുകളിൽ അല്ലേ, നമ്മുടെ ബാച്ചുകളിലെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് കാണുന്നുണ്ടാകും, അതിൻ്റെ ടെസ്റ്റ് എടുക്കുന്നുണ്ടാകും, അതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ടാവും, നോട്ട്സ് വായിക്കുന്നുണ്ടാകും, ലേണിംഗ് വീഡിയോസ് കാണുന്നുണ്ടാവും, ലൈവ് സെഷൻസിൽ പങ്കെടുക്കുന്നുണ്ടാവും, ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ എല്ലാം തന്നെ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പം ഈ ഒരു ഇറഗുലാരിറ്റി, ചെയ്യുന്നില്ല ഇങ്ങനൊരു സംഭവം നമ്മുടെ ടോപ്പേഴ്സ് ചെയ്യില്ല. അവരുടെ ലേണിംഗ് എന്ന് പറയുന്നത് എപ്പോഴും റെഗുലറായി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അവരുടെ ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ പോകും.
പക്ഷെ നേരെ തിരിച്ച് അതല്ലാത്തവരുടെ കാര്യം എന്താ? പഠിക്കുന്നു പഠിക്കുന്നില്ല, പഠിക്കുന്നു പഠിക്കുന്നില്ല, ഇങ്ങനെയുള്ളൊരു കർവായിരിക്കും. അപ്പോൾ നമ്മുടെ ടോപ്പേഴ്സ് എങ്ങനെയായിരിക്കും? റെഗുലറായിട്ട് ഒന്നെങ്കിൽ യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ടിട്ടോ അല്ലെങ്കിൽ ബാച്ചിലുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടോ ബുക്സ് വായിച്ചിട്ടോ നോട്ട്സ് വായിച്ചിട്ടോ അവർ പഠിക്കുന്നുണ്ടാവും. ഓക്കെ, ഇനി നമ്മുടെ ടോപ്പേഴ്സ് അവർ ഡിസ്ട്രാക്റ്റഡ് ആവാറുണ്ടോ? അവർക്ക് ഫോക്കസ് കിട്ടാതെ ആവാറുണ്ടോ? ഒരിക്കലില്ല. ദേ നെവർ ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. എന്തുകൊണ്ടാണ് മിസ് ടോപ്പേഴ്സ് ഡിസ്ട്രാക്റ്റഡ് ആവാത്തത്? അവർക്കും ഈ പറയുന്നത് പോലെ സിനിമ കാണണം, ഉറങ്ങണം, ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോകണം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അല്ലേ നമ്മുടെ മെയിൻ ഡിസ്ട്രാക്ഷൻ നമ്മൾക്ക് വരുത്തുന്ന ആളാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ കയറണ്ടേ, അവർക്ക് സ്റ്റോറി ഇടണ്ടേ, അവർക്ക് പോസ്റ്റ് ഇടണ്ടേ, കമൻറ്റ് ചെയ്യണ്ടേ, റീൽസ് കാണണ്ടേ, റീൽസ് എടുക്കണ്ടേ, ഇതൊന്നും ടോപ്പേഴ്സിനില്ല. ഈ കാര്യങ്ങളൊന്നും നമ്മുടെ ടോപ്പേഴ്സിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഇത്രയേ ഉള്ളൂ മക്കളെ, ടോപ്പേഴ്സ് ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു റെഗുലറായിട്ട് പഠിക്കുന്ന കുട്ടിയുടെ എയിം എന്ന് പറയുന്നത് അവർക്ക് എന്തുണ്ടാവും? അവരുടെ ആ ഒരു ക്ലാസ് അവരത് നല്ലപോലെ കംപ്ലീറ്റ് ചെയ്യുക, ഏറ്റവും ബെസ്റ്റ് മാർക്സ് തന്നെ സ്കോർ ചെയ്യുക, എന്നിട്ട് അവരുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുക. പല ആഗ്രഹങ്ങളുണ്ടാവും. ചിലപ്പോൾ ഡോക്ടേഴ്സ് ആവാനുള്ള ആഗ്രഹമുള്ളവരുണ്ടാവും, ടീച്ചേഴ്സ് ആവാൻ ആഗ്രഹമുള്ളവരുണ്ടാവും, എൻജിനീയേഴ്സ് ഉണ്ടാകും അല്ലേ? അപ്പോൾ എന്തും ആയിക്കോട്ടെ അതിന് നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഗുലറായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഞാൻ ഈ ഒരു നിലയിൽ എത്തുള്ളൂ അല്ലേ? ഇപ്പം നമ്മളിങ്ങനെ സ്വപ്നം കണ്ട് മതി കുറച്ച് ഉറങ്ങിക്കളയാം, കുറച്ച് ഇൻസ്റ്റഗ്രാമിൽ റീല് കാണാം, ഒരു 10 മിനിറ്റ് റീല് കാണാം, എന്നിട്ട് ഒരു 1 മണിക്കൂർ റീല് കണ്ട് അവസാനം അയ്യോ എൻ്റെ സമയം പോയി, ഇന്ന് എൻ്റെ മൂഡ് പോയി, എന്നാൽ ഞാൻ പോയി ഉറങ്ങാം. ഈ ഒരു പരിപാടി നമ്മുടെ ടോപ്പേഴ്സ് ചെയ്യില്ല. കാരണം അവർ കാണുന്ന അവരുടെ ഫ്യൂച്ചറാണ്. ഞാനിപ്പോൾ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല മാർക്സ് കിട്ടുന്നു, ഞാൻ നല്ല കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നു, ഞാൻ നല്ല നിലയിൽ പാസ് ഔട്ട് ആവുന്നു, എനിക്ക് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു, എൻ്റെ ലൈഫ് സെറ്റിലാവുന്നു, എൻ്റെ ഫാമിലി സെറ്റിലാവുന്നു അല്ലേ, ഒരു നല്ല ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുന്നു. അവരിതൊക്കെ മുൻകൂട്ടി കണ്ട് അല്ലെങ്കിൽ അവരെവിടെയെങ്കിലും തെറ്റിപ്പോകുമ്പോൾ അവരെ നല്ലപോലെ ലീഡ് ചെയ്ത് കൊണ്ടുപോകും. അവരുടെ ഫോക്കസ് എങ്ങോട്ടും മാറാതെ കറക്റ്റായിട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളെപ്പോഴും ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ച് നോക്കുക, നമ്മൾ ഫോട്ടോയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഫോക്കസ് ചെയ്യല്ലേ? അപ്പോൾ ആ ഫോക്കസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ പിക്ചർ നല്ല ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്താ പറ്റുക, ബ്ലറായി കിടക്കും. അപ്പോൾ നമ്മുടെ ടോപ്പേഴ്സ് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടാവും, അവരുടെ ആ ഫ്യൂച്ചർ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, അവരത് കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സോ ദേ നെവർ ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. അവരൊരു ഫോട്ടോ എടുക്കുന്നത് പോലെ അവരുടെ ഫ്യൂച്ചറിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ടാപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ടാപ്പ് ചെയ്തില്ലെങ്കിൽ വിഷൻ ബ്ലർഡ് ആവും അല്ലേ? അപ്പോൾ അവർ ചുറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ടോപ്പേഴ്സിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യാത്തത് എന്താണ്? അവരുടെ എയിമാണ്, അവരുടെ ഡ്രീമാണ്, അവരുടെ ഫ്യൂച്ചറാണ്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പറ്റും അല്ലേ? നമ്മളും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, നമ്മളുടെ ഡ്രീംസിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക, നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേപോലെ ഡിസ്ട്രാക്ഷൻസ് എല്ലാം ഒഴിവാക്കുക. ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നും നിങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യിക്കില്ല. ഇന്ന് ഞാൻ 1 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ വെറുതെ ചിലവഴിച്ച് കഴിഞ്ഞാൽ നാളെ അതിനൊരു ചിലപ്പോൾ എത്രയോ മണിക്കൂറുകൾ, എത്രയോ ദിവസങ്ങൾ, എത്രയോ മാസങ്ങളായിരിക്കും നമ്മൾ നഷ്ടപ്പെടുത്താൻ പോകുന്നത്. നമ്മളുടെ ആ ഒരു നമുക്ക് കിട്ടേണ്ട ഫ്യൂച്ചറായിരിക്കും നമ്മൾ ഇല്ലാതെയാക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ വെറുതെ കുറച്ച് ഉറങ്ങിക്കളഞ്ഞാൽ, മടി പിടിച്ച് ഉറങ്ങിക്കളഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ഉറക്കമില്ലാതെ നിങ്ങളിങ്ങനെ നടന്ന് കളിക്കേണ്ടി വരും, ജോലിയൊന്നും ഇല്ലാതെ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അയ്യോ വേണ്ട, ഇപ്പോൾ തുറക്കം വിട്ട് കളയാം, ഞാൻ പഠിച്ചോളാം, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, നല്ലൊരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഡിസ്ട്രാക്റ്റഡ് ഒന്നും ആവാതെ നിങ്ങളുടെ എയിമിനെ ഫോക്കസ് ചെയ്യുക, നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ കുട്ടികൾക്കൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ്, മിസ് നേരത്തെ പറഞ്ഞതുപോലെ ടോപ്പേഴ്സിന് പ്ലാൻ ഉണ്ട്, അവരത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്കത് ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്, നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചസ് ഉണ്ട്. നമ്മുടെ ബാച്ചിൽ കറക്റ്റായിട്ടുള്ള ടൈം ടേബിൾ ഉണ്ട്. ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാം. നോട്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങളുടെ കയ്യിലൊരു പ്ലാനാണ് ഇല്ലാത്തത്, നിങ്ങൾക്കൊരു ഷെഡ്യൂളാണ് ഇല്ലാത്തത്, നിങ്ങൾക്ക് അതിനുള്ളൊരു മൈൻഡാണ് ഇല്ലാത്തത്. അതെല്ലാം തന്നെ നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചസിൽ കിട്ടും. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ചിലപ്പോൾ ഒത്തിരി മക്കൾ നമ്മളോട് തന്നെ പറയാറുണ്ട്, സ്റ്റാർട്ടിങ് എനിക്കിത് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ എക്സാമിനറിൻ്റെ കൂടെ പഠിച്ചപ്പോൾ യെസ് ഐ എം കോൺഫിഡൻറ്റ് നൗ. എനിക്കിപ്പോൾ ഇഷ്ടമാണത് പഠിക്കാൻ. തുടക്കത്തിൽ എനിക്ക് ഈ സബ്ജക്റ്റ് ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം ഇത് ചില അമ്മമാരൊക്കെ പറയാറുണ്ട്, ഭയങ്കര അഡിക്റ്റാണ് നമ്മളുടെ എക്സാമിനറിൻ്റെ ക്ലാസ്സസിനോട് എന്ന് പറഞ്ഞാൽ അവർ ഫോക്കസ്ഡ് ആണ്, വേറെ ഒന്നിലും അവർക്കില്ല. അവരെന്താണ്, അവരുടെ ഡ്രീമിലാണ് ഫോക്കസ് ചെയ്യുന്നത്.
അപ്പോൾ എൻ്റെ മക്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് പഠിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ വെക്കാതിരിക്കുക, റെഗുലറായിട്ട് പഠിക്കുക, ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്കും ടോപ്പേഴ്സ് ആവാൻ പറ്റും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.